നമസ്കാരം. ഗസ നഗരത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായി ഏറ്റെടുക്കാനുള്ള ഇസ്രയേലിന്റെ നീക്കം കണക്കിലെടുത്ത് ഇസ്രയേലിലേക്കുള്ള ആയുധ കയറ്റുമതി നിർത്തിവെക്കാൻ ജർമ്മനി. ദീർഘകാലം രാജ്യാന്തര തലത്തിൽ ഇസ്രയേലിന്റെ വിശ്വസ്ത യൂറോപ്യൻ സഖ്യകക്ഷിയായി നിലകൊണ്ടിരുന്ന ജർമ്മൻ സർക്കാരിന്റെ നാടകീയ മാറ്റമാണിത്. ഹമാസിനെ നിരായുധീകരിക്കുക, ബന്ദികളെ മോചിപ്പിക്കുക തുടങ്ങിയ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ നേടുന്നതിന് ഇസ്രായേലിന്റെ ഏറ്റവും പുതിയ സൈനിക പദ്ധതി എത്രത്തോളം പര്യാപ്തമാണെന്ന കാര്യത്തിൽ വ്യക്തതയില്ലെന്ന് ജർമ്മൻ ചാൻസലർ ഫ്രീഡ്രിക് മെർസ് പ്രസ്താവിച്ചു. ഈ സാഹചര്യത്തിൽ ഗസയിൽ ഉപയോഗിക്കാൻ സാധ്യതയുള്ള യാതൊരുവിധ സൈനിക ഉപകരണങ്ങളുടെയും കയറ്റുമതിക്ക് ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ജർമ്മൻ സർക്കാർ അനുമതി നൽകില്ല എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗസയിലെ സാധാരണക്കാരായ ജനത അനുഭവിക്കുന്ന ദുരിതങ്ങളിൽ തങ്ങൾക്ക് അതീവ ആശങ്കയുണ്ടെന്നും മെർസ് തന്റെ പ്രസ്താവനയിൽ പറഞ്ഞു. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് 6 ദശലക്ഷത്തിലധികം ജൂതന്മാരെ കൊന്നൊടുക്കിയ ഹോളോകോസ്റ്റിന് പ്രായശ്ചിത്തം ചെയ്യാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ജർമ്മനിയിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെല്ലാം ദീർഘകാലമായി ഇസ്രായേലിന് നിരുപാധികമായ പിന്തുണ നൽകി വരികയായിരുന്നു. ഈ ചരിത്രപരമായ ചങ്ങാത്തത്തിലാണ് ഇപ്പോൾ പ്രകടമായ വിള്ളൽ വീണിരിക്കുന്നത്. 2023 ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തെ തുടർന്ന് ഗസ യുദ്ധം ആരംഭിച്ചതു മുതൽ ഈ വർഷം മെയ് വരെയുള്ള കാലയളവിൽ കുറഞ്ഞത് 485 ദശലക്ഷം യൂറോയുടെ പ്രതിരോധ സാമഗ്രികളുടെ കയറ്റുമതിക്കാണ് ജർമ്മനി അംഗീകാരം നൽകിയത്. തോക്കുകൾ, വെടിക്കോപ്പുകൾ, സൈനിക വാഹനങ്ങളുടെ ഭാഗങ്ങൾ, നാവിക കരസേനകൾക്കുള്ള പ്രത്യേക ഉപകരണങ്ങൾ, ഇലക്ട്രോണിക് സംവിധാനങ്ങൾ, കവചിത വാഹനങ്ങൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുമെന്ന് പാർലമെന്റിന്റെ ചോദ്യത്തിന് മറുപടിയായി സർക്കാർ ജൂണിൽ വെളിപ്പെടുത്തിയിരുന്നു. ഈ വിപുലമായ സൈനിക സഹകരണത്തിനാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായി തിരശ്ശീല വീഴുന്നത്. ഗസ മുഴുവൻ സൈനിക നിയന്ത്രണത്തിൽ ഏറ്റെടുക്കാനും പിന്നീട് സായുധ സേനയ്ക്ക് കൈമാറാനും ഇസ്രായേൽ പദ്ധതിയിടുന്നതായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇസ്രായേൽ ഈ മേഖല നിലനിർത്താനോ ഭരിക്കാനോ ആഗ്രഹിക്കുന്നില്ലെന്നും മറിച്ച് ശരിയായി ഭരിക്കുന്ന സായുധ സേനയ്ക്ക് അത് കൈമാറാൻ ആഗ്രഹിക്കുന്നുവെന്നുമായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയത്. ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഗസയുടെ മുഴുവൻ നിയന്ത്രണവും ഇസ്രായേൽ ഏറ്റെടുക്കുമോ എന്ന ചോദ്യത്തിന് നെതന്യാഹു പറഞ്ഞത് തങ്ങൾക്കത് നിലനിർത്താൻ താല്പര്യമില്ലെന്നും ഒരു സുരക്ഷാ പരിധി വേണമെന്നുമാണ്. ഇസ്രായേലിന് ഗസ ഭരിക്കാൻ താല്പര്യമില്ലെന്നും ഒരു ഭരണസമിതിയായി അവിടെ തുടരാൻ ആഗ്രഹിക്കുന്നില്ലെന്നും നെതന്യാഹു ചൂണ്ടിക്കാട്ടി. ഗസയിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായുള്ള ചർച്ചകൾ എങ്ങുമെത്താത്ത സാഹചര്യത്തിൽ ഗസയിലെ സൈനിക നടപടി വിപുലീകരിക്കുന്ന കാര്യം ചർച്ച ചെയ്യാനായി നെതന്യാഹു ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചിരുന്നു. 2 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്രായേൽ സൈനികരെയും കുടിയേറ്റക്കാരെയും പിൻവലിച്ചതിന് ശേഷം ആദ്യമായി ഗസയിൽ പൂർണ്ണമായ അധിനിവേശം നടത്തുന്നതിനുള്ള ഒരു തീരുമാനം ഈ ചർച്ചയിൽ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി കൂടിയാണ് ചർച്ചകൾ നടക്കുന്നത്. ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് ഹമാസിനെ അവിടെ നിന്ന് നീക്കം ചെയ്യുക, എല്ലാ ജനങ്ങളെയും ഹമാസിൽ നിന്ന് സ്വതന്ത്രരാക്കുക, ഹമാസോ ഇസ്രായേലിന്റെ നാശം ആഗ്രഹിക്കാത്ത സിവിലിയൻ ഭരണത്തിന് അത് കൈമാറുക എന്നതാണ് ലക്ഷ്യമെന്നായിരുന്നു നെതന്യാഹു വ്യക്തമാക്കിയത്. ഹമാസിന്റെ ഭീകരതയിൽ നിന്ന് ഇസ്രായേലിനെയും ഗാസയിലെ ജനങ്ങളെയും മോചിപ്പിക്കുക എന്നതാണ് ഉദ്ദേശമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. ഹമാസിന്റെ നിരായുധീകരണം ജീവനോടെയുണ്ടെന്ന് വിശ്വസിപ്പിക്കപ്പെടുന്ന 20 പേർ ഉൾപ്പെടെ ശേഷിക്കുന്ന 50 ബന്ദികളെയും തിരികെ കൊണ്ടുവരിക, ഗസ മുൻപിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കൽ, ഗസ മുൻപിന്മേൽ ഇസ്രായേലിന്റെ സുരക്ഷാ നിയന്ത്രണം, ഹമാസോ ഫലസ്തീനിയൻ അതോറിറ്റിയോ അല്ലാത്ത ഒരു ബദൽ ഭരണകൂടം തുടങ്ങിയ ആവശ്യങ്ങളാണ് യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ പ്രസ്താവനയിൽ ബദൽ പദ്ധതിയെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. ഗസ മുൻപ് പിടിച്ചെടുക്കുന്നത് ഒരു മാനുഷിക ദുരന്തത്തിലേക്ക് നയിക്കുമെന്നും ബന്ദികളുടെ ജീവൻ അപകടത്തിലാക്കുമെന്നും IDF ചീഫ് ഓഫ് സ്റ്റാഫ് ഇയാൽ സമീർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതാണ് അധിനിവേശം ഗാസ സിറ്റി എന്നതിലേക്ക് മാത്രമായി ഇസ്രായേൽ തീരുമാനിച്ചതെന്നും സൂചനയുണ്ട്. ഗസയുടെ 75% ഭാഗങ്ങളും ഇസ്രായേൽ പ്രതിരോധ സേനയുടെ നിയന്ത്രണത്തിലാണ്. അവശേഷിക്കുന്ന 25%-ത്തിൽ മധ്യ ഗസയിലെ നിരവധി അഭയാർത്ഥി ക്യാമ്പുകളും ഗാസ സിറ്റിയും ഉൾപ്പെടുന്നു. അവശേഷിക്കുന്ന ഭാഗങ്ങൾ പൂർണ്ണമായി പിടിച്ചെടുക്കുന്നത് അപകടകരമാണെന്ന മുന്നറിയിപ്പാണ് സൈന്യം നൽകിയിരിക്കുന്നത്. എന്നാൽ സമ്പൂർണ്ണ പിടിച്ചെടുക്കൽ ഘട്ടം ഘട്ടമായിരിക്കുമെന്നതിന്റെ സൂചനയാണ് ആദ്യം ഗാസ സിറ്റി കീഴടക്കാനുള്ള നീക്കത്തിന് പിന്നിൽ. ഏകദേശം 8 ലക്ഷം ആളുകൾ താമസിക്കുന്ന ഗാസ സിറ്റിയിൽ നിന്ന് ഒഴിപ്പിക്കലിന് സൈനിക നടപടി ആവശ്യമായി വന്നേക്കാം.